കായിക ലോകം കാത്തിരുന്ന ആവേശ പോരാട്ടത്തിന്റെ ക്ലൈമാക്സിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഭാരതത്തിന്റെ ക്രിക്കറ്റ് ഭൂപടത്തിൽ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസും മുംബൈയിലെ വാങ്കഡയും ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുമ്പോൾ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം പലപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു വലിയ നെഞ്ചിരിപ്പാണ് സമ്മാനിക്കാറുള്ളത്. ലോകത്തെ ഏറ്റവും വലിയ ഈ ക്രിക്കറ്റ് മൈതാനത്ത് നാളെ 2020 ലോകകപ്പിന്റെ കിരീടത്തിനായി ഇന്ത്യ ന്യൂസിലാൻഡിനെ നേരിടുമ്പോൾ ആരാധകരുടെ മനസ്സിൽ ആവേശത്തിനൊപ്പം തന്നെ ചെറിയൊരു ഭയവും നിഴലിക്കുന്നുണ്ട്. ആ ഭയത്തിന് കാരണമാകട്ടെ ഈ മണ്ണിൽ നമ്മൾ ഏറ്റുവാങ്ങിയ ചില വേദനാജനകമായ തോൽവികളുടെ ഓർമ്മകളാണ്. ടൂർണമെന്റിനുടനീളം തോൽവി അറിയാതെ അജയ്യരായി മുന്നേറിയിട്ടും 2023 ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടത് ഇതേ അഹമ്മദാബാദിന്റെ മണ്ണിലായിരുന്നു. ICC ടൂർണമെന്റുകളിലെ കഴിഞ്ഞ 32 മത്സരങ്ങൾക്കിടയിൽ ഇന്ത്യ ആകെ നേരിട്ട 2 തോൽവികൾക്കും ഈ സ്റ്റേഡിയം സാക്ഷിയായിട്ടുമുണ്ട്. അതിൽ അവസാനത്തേത് ഇക്കഴിഞ്ഞ ലോകകപ്പിന്റെ സൂപ്പർ 8-ൽ ദക്ഷിണാഫ്രിക്കയോടേറ്റ പരാജയമായിരുന്നു. എന്നാൽ ഈ ഭാഗ്യക്കേടിന്റെയും ചീത്തപ്പേരുകളുടെയും കറ കഴുകിക്കളയാൻ നാളത്തെ ഫൈനൽ ഇന്ത്യക്ക് ഒരു സുവർണ അവസരമാണ് നൽകുന്നത്. ഈ വേദിയെ ഒരു വിജയകോട്ടയായി മാറ്റാൻ ടീം ഇന്ത്യ നാളെ സർവ്വസന്നാഹങ്ങളുമായി ഇറങ്ങുകയാണ്. ഫൈനലിന് മുന്നോടിയായി അഹമ്മദാബാദ് നഗരം പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. സബർമതി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന മൊട്ടേരിയിലെ ഈ കൂറ്റൻ സ്റ്റേഡിയം ഇപ്പോൾ ഇരു ടീമുകളുടെയും തന്ത്രങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും വേദിയായി മാറിയിരിക്കുകയുമാണ്. കഴിഞ്ഞ ഒരു മാസക്കാലം നീണ്ടുനിന്ന ലോകകപ്പ് ആവേശത്തിന്റെ സമാപനം ഇവിടെയാകുമ്പോൾ സ്റ്റേഡിയത്തിലെ പിച്ചിന്റെ സ്വഭാവവും കാറ്റും ഗ്രൗണ്ടിന്റെ വലുപ്പവുമെല്ലാം അളന്നു കുറിച്ചു പഠിക്കുന്ന തിരക്കിലാണ് കളിക്കാർ. ഏകദേശം 14ഓളം അന്താരാഷ്ട്ര 2020 മത്സരങ്ങൾക്ക് ഈ സ്റ്റേഡിയം ഇതുവരെ ആതിഥ്യമരുളിയിട്ടുണ്ട്. അതിലെ കണക്കുകൾ പരിശോധിച്ചാൽ ആദ്യം ബാറ്റ് ചെയ്യുന്നവർക്കാണ് ഇവിടെ കൂടുതൽ മുൻതൂക്കം ലഭിക്കാറുള്ളത്. ശരാശരി 174 റൺസാണ് ഇവിടെ ഒന്നാം ഇന്നിംഗ്സിൽ പിറക്കാറുള്ളത്. ഇതുവരെ നടന്ന മത്സരങ്ങളിൽ 8 തവണയും ആദ്യം ബാറ്റ് ചെയ്തവരാണ് വിജയിച്ചത് എന്നത് ടോസിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. ഇന്ത്യക്ക് ഇവിടെ 2020-ൽ മികച്ച റെക്കോർഡാണുള്ളത്. കളിച്ച 10 മത്സരങ്ങളിൽ 7-ലും വിജയിക്കാൻ നമുക്ക് സാധിച്ചു. എന്നാൽ ന്യൂസിലാൻഡിന്റെ കാര്യം അല്പം വിപരീതമാണ്. അവർക്ക് ഇതുവരെ അഹമ്മദാബാദിൽ ഒരു രാജ്യാന്തര 2020 മത്സരം പോലും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ചരിത്രപരമായ വെല്ലുവിളി അവരെ വേട്ടയാടുന്നുണ്ട്. എങ്കിലും ഈ ലോകകപ്പിലെ ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ 2 ടീമുകളും ഇവിടെ പരാജയം രുചിച്ചവരാണ് എന്നത് മത്സരത്തിന്റെ തീക്ഷ്ണത വർദ്ധിപ്പിക്കുന്നു. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തെ പോലെ ഒരു ബാറ്റിംഗ് വിരുന്ന് അഹമ്മദാബാദിൽ ആരാധകർ പ്രതീക്ഷിക്കരുത്. വാങ്കഡയിലെ ബാറ്റിംഗ് എളുപ്പമായിരുന്നുവെങ്കിൽ ഇവിടെ ബൗണ്ടറി കടത്താൻ ബാറ്റർമാർ നന്നായി വിയർക്കേണ്ടി വരും. വാങ്കഡയിൽ ബൗണ്ടറിയിലേക്കുള്ള ദൂരം 75 മീറ്റർ ആണെങ്കിൽ അഹമ്മദാബാദിൽ അത് 82 മീറ്റർ ആണ്. സെമി ഫൈനലിൽ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങിയ പന്തുകൾ ഗാലറിയിൽ പതിച്ചെങ്കിൽ ഇവിടെ അവ ഡീപ് മിഡ് വിക്കറ്റിൽ ഫീൽഡർമാരുടെ കൈകളിൽ അവസാനിക്കാനാണ് സാധ്യത. ഗ്രൗണ്ടിന്റെ ഈ വലുപ്പം സ്പിന്നർമാരുടെയും കൃത്യമായ ലെങ്തിങ് പന്തെറിയുന്ന പേസർമാരെയും തുണയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നാളെ നടക്കാനിരിക്കുന്ന ഫൈനലിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ തദ്ദേശവാസിയായ ജസ്പ്രീത് ബുംറയിലാണ്. അഹമ്മദാബാദിലെ സാഹചര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ബുംറ ഇവിടെ കളിച്ച 3 മത്സരങ്ങളിൽ നിന്ന് 6 വിക്കറ്റുകൾ നേടിയിട്ടുമുണ്ട്. 5 റൺസിൽ താഴെ മാത്രം ഇക്കോണമി കാത്തു സൂക്ഷിക്കുന്ന ബുംറ ഡെത്ത് ഓവറുകളിൽ നിർണായകമാകും. ബുംറയെ കൂടാതെ സ്പിന്നർ വരുൺ ചക്രവർത്തിയും ഈ വേദിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. 3 കളികളിൽ നിന്ന് 8 വിക്കറ്റുകൾ നേടിയ വരുൺ കിവീസ് ബാറ്റർമാരെ കറക്കി വീഴ്ത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രധാന ഘടകം ടീമിലെ ഗുജറാത്ത് ബന്ധമുള്ള താരങ്ങളാണ്. ലോക്കൽ ഹീറോയായ അക്ഷർ പട്ടേലും IPL-ൽ ഗുജറാത്ത് ടീമിന്റെ നായകനായിരുന്ന ഹാർദിക് പാണ്ഡ്യയും ഇവിടത്തെ പിച്ചിന്റെ ഓരോ സ്പന്ദനവും അറിയുന്നവരാണ്. ഓരോ സായാഹ്നത്തിലും സ്റ്റേഡിയത്തിലെ കാറ്റിന്റെ ഗതിയും മഞ്ഞിന്റെ സ്വാധീനവും കൃത്യമായി മനസ്സിലാക്കിയ ഇവരുടെ പ്രകടനം ഇന്ത്യക്ക് വലിയ മുൻതൂക്കം നൽകും. കഴിഞ്ഞ കാലത്തെ തോൽവികൾ മറന്ന ന്യൂസിലാൻഡിന്റെ വെല്ലുവിളിയെ അതിജീവിച്ച് ആ ആഗോള കിരീടം ഇന്ത്യൻ മണ്ണിലേക്ക് ഒരിക്കൽ കൂടി എത്തിക്കാൻ സൂര്യകുമാർ യാദവിനും സംഘത്തിനും നാളെ ചരിത്രം തിരുത്തി കുറിക്കാനാകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം.